ഹലോ ഡിയേഴ്സ്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ പനീർ. അപ്പോൾ നമുക്കിതെങ്ങനെ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ. നമ്മളിവിടെ എടുത്തേക്കുന്ന 1.5 ലിറ്റർ പാലാണ്. അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിലാണോ ഈ പാല് കാച്ചേണ്ടത് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണേ. നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം കണ്ടോ ഇപ്പം അത്യാവശ്യം നല്ല തിള വരുന്നുണ്ടല്ലോ. അപ്പം ഈ വിനാഗിരിയും ആഡ് ചെയ്യാം, അതുപോലെ നാരങ്ങ നീരും നമുക്ക് ആഡ് ചെയ്യാമേ. അപ്പോൾ നമ്മൾ വിനാഗിരി ആകുമ്പോൾ പെട്ടെന്ന് പിരിയും. ആ പാലിനകത്ത് ആ സ്പൂണിൽ മിക്സ് ചെയ്ത സ്പൂണിൽ തന്നെ ഇച്ചിരി വിനാഗിരി ഒഴിച്ചപ്പോൾ അതിനകത്തെല്ലാം പിരിഞ്ഞ് കണ്ടില്ലേ. ഇനി പെട്ടെന്നാണ് ഇതൊഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം നല്ല രീതി പിരിഞ്ഞ് വരുവേ. നമ്മൾ ഇപ്പോൾ ഇതേ ഒരു പരുവത്തിലാവും. നമ്മളുടെ പശുവിൻ്റെ പാലിന് നല്ല നെയ്യുള്ളത് കൊണ്ടാണ് മഞ്ഞ നിറത്തിലിരിക്കുന്നത്. പാക്കറ്റ് പാൽ യൂസ് ചെയ്താലൊന്നും ഇത്ര കളറ് കിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നെയ്യൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള പനീർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മിൽമ പാലിലും ചെയ്യാം, പക്ഷേ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും മിൽമ സബ് സെൻറ്ററുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫാറ്റുള്ള പാല് കിട്ടും. നമുക്കതിനകത്ത് ചെയ്യുന്നതാണ് കേട്ടോ ബെറ്റർ. ഇത് നല്ല രീതി ഇങ്ങനെ പിരിഞ്ഞ് വന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വെള്ള തുണിയിലോട്ട് ഇത് അരിച്ച് മാറ്റാവേ. അരിച്ച് മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനൊരു ഷേപ്പ് വരണമെങ്കിൽ നമ്മൾ ഈ തുണിക്കകത്ത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കണം. അതിന് മുമ്പ് നമ്മൾ ഈ വിനാഗിരി ഒഴിച്ചതല്ലേ, അപ്പോൾ വിനാഗിരി ഒഴിച്ചിരിക്കുന്നത് കാരണം തന്നെ നമ്മളിത് നല്ല രീതിയിലൊന്ന് കഴുകണം. വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ടേ ഇരിക്കണം. വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ആ വിനാഗിരിയുടെ ആ ഒരു പുളിപ്പ് ടേസ്റ്റില്ലേ അത് പോവേ. എന്നിട്ട് നമുക്കൊരു ചെറിയ പ്ലേറ്റ് എടുത്ത് അതിൽ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിഞ്ഞ് വെള്ളം അതിനകത്ത് കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം ചരിച്ച് വെക്കും. അതിനുശേഷം നമ്മൾ ഈ കിഴിയില്ലേ, ഈ പനീർ ഇരിക്കുന്ന അതെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം വെയിറ്റുള്ള 2-3 സാധനങ്ങളെടുത്ത് അതിൻ്റെ മുകളിൽ വെക്കണം. അപ്പം ഈ പനീർ മൊത്തം നല്ല രീതിയിൽ കംപ്രസ്ഡ് ആയിട്ട് അതിനകത്തുള്ള വേസ്റ്റ് വെള്ളം മൊത്തം പോവുകയെ. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം വെയിറ്റുള്ള 2 ഐറ്റംസാണ് അടുക്കളയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വെള്ളം തോർന്നു പോകാനൊരു 1/4 മണിക്കൂർ 1 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാമേ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കണ്ടോ, നല്ല കട്ടിയായിട്ടൊരു നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ഷേപ്പിലാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പതുക്കെ ഈ തുണിയൊക്കെ മാറ്റാമേ. തുണിയൊക്കെ മാറ്റിയതിന് ശേഷം കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. മഞ്ഞ നിറം വേറൊന്നുമല്ല, നമ്മളുടെ പശുവിൻ്റെ പാലിൻ്റെയാണ്. അതുപോലെ ഇത് നല്ല കട്ടിയായതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കിയില്ലെങ്കിൽ ചെറുതായിട്ട് കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ബ്ലാക്ക് പോട്ട്സ് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കാണാം. അതിൻ്റെ തിക്നെസ് എങ്ങനെയുണ്ടെന്നൊന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഇത് കട്ട് ചെയ്യുന്നത്. നമ്മുടെ പുറത്തുനിന്ന് വാങ്ങുന്ന പനീർ എത്രമാത്രം നല്ലതാണെന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് ഇതാണ് കംഫർട്ടബിൾ. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ പശുവുണ്ട്, ഇപ്പോൾ പാലുമുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീസറിൽ വേണം സൂക്ഷിക്കാൻ. അത് നല്ല ടൈറ്റ് കണ്ടെയ്നറിലാണ് സൂക്ഷിക്കേണ്ടത്. ഇതുപോലെ തന്നെ ഞാൻ ചീസും ചെയ്യാറുണ്ട്. ചീസ് വേറെ രീതിയിൽ ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ഇതെല്ലാം പഠിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു പാക്കറ്റ് വാങ്ങുമ്പോൾ പനീറിന് ഈ നിറമല്ല, നല്ല വൈറ്റ് കളർ. അതെന്താണെന്ന് എനിക്കറിയില്ല, മിക്കവാറും കെമിക്കൽ ചേർക്കുന്നത് കൊണ്ടായിരിക്കാം. ഇന്ന് നമ്മുടെ പശുവിന് നല്ല ഫാറ്റുള്ള പാലായതുകൊണ്ട് കൂടിയായിരിക്കും നല്ല യെല്ലോയിഷ് കളർ. ഇപ്പോൾ കണ്ടോ, ഒരു ചെറിയ കറി തട്ടിക്കൂട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കണ്ടെയ്നറിലോട്ടാണ് മാറ്റുന്നത്. ഇതിന് ഷേപ്പ് കറക്റ്റ് സ്ക്വയർ വരാൻ വേണ്ടി ഞാൻ പരമാവധി നോക്കി കട്ട് ചെയ്തിട്ട് സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞു പീസുകൾ ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു.